അലയടിച്ചുയർന്നു വന്ന വലിയ ഒരു ആവേശത്തിൻ്റെ നെറുകയിൽ രാവുകളെ പകലുകളാക്കി അധ്വാനിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾ. ആ അധ്യാപക വിദ്യാർത്ഥികൾ ഇന്ന് വലിയ നിരാശയുടെ ലോകത്ത് അതിജീവനത്തിൻ്റെ ഭാഗമായി സമരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് അനവധി വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. 2-2.5 വർഷത്തോളം ഞാനും എൻ്റെ പ്രിയപ്പെട്ട എൻട്രിയിലെ അധ്യാപകരും മെൻറ്റേഴ്സും അസോസിയേറ്റ്സും ചേർന്ന് അനവധി കഷ്ടപ്പാടുകളുടെയും റിസ്കുകളുടെയും പഠനത്തിൻ്റെയും പഠിപ്പിക്കലിൻ്റെയും ഒക്കെ ഭാഗമായി വളർത്തിയെടുത്ത മുന്നോട്ട് കൊണ്ടുവന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ, അതിൽ 1ാം റാങ്ക് നേടിയവർക്ക് പോലും ഇന്ന് ജോലിയില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കിപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ ഈ സാഹചര്യം മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാഹചര്യം മാറാൻ അനവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാം. ആ നിർദ്ദേശങ്ങൾ പലതും ഒരു പക്ഷേ ഭാവിയിൽ സാധുതാപരമായ സാഹചര്യങ്ങളായി മാറി നിയമനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. നമുക്ക് നിലവിൽ 1:40 എന്ന് പറയുന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം അതൊന്ന് മാറി 1:30 എത്തുകയാണ് എങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൃത്യമായ രീതിയിലേക്ക് നിയമനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത് മറ്റൊന്നും തന്നെയല്ല, നിലവിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന HM പ്രൊമോഷന്റെ പ്രതിസന്ധി. HM പ്രൊമോഷന്റെ പ്രതിസന്ധി യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് നമുക്ക് വേണ്ട സംവിധാനങ്ങൾ, ഒരുക്കേണ്ട സംവിധാനങ്ങൾ ചെയ്തു തീർക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും HM പ്രൊമോഷനിലൂടെയും LPSA UPSA വേക്കൻസികൾ ഉണ്ടാകാം. ഈ 2 കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ അവരെ മാറ്റി നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും അധ്യാപകരെ നിയമിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി വന്നിരിക്കുകയാണ്. അത്തരത്തിൽ എവിടെയെങ്കിലും പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതും യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റി റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും നിയമനങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കേറ്ററ്റുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കേറ്ററ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു പ്രതിസന്ധി പലതരത്തിലുള്ള പ്രൊമോഷൻസിനെയും അധ്യാപക തസ്തികകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം, ആ കേറ്ററ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ പരിഹരിക്കും എന്ന് നമ്മൾ കരുതുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഒരു അഭ്യർത്ഥന പോലെ, ഈ സാഹചര്യത്തിൽ ഒരു അഭ്യർത്ഥന പോലെ വെക്കുകയാണ്. വളരെ വൈകാരികമായി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ 5ാമത്തെ ഫാക്റ്റ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഭരണഘടനാപരമായി ഓരോ ഇന്ത്യക്കാരനും നൽകുന്ന അവകാശമാണ്. ആ അവകാശം കൂടുതൽ സുതാര്യമാക്കാനും കാര്യക്ഷമമാക്കാനും വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും ഇലക്ഷൻ ഓഫീസറെ നിയമിക്കാൻ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചിരുന്നു. ആ ഇലക്ഷൻ ഓഫീസറിനെ തീരുമാനിക്കുമ്പോൾ ആ നിയമനത്തിന് യോഗ്യനായ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് ഒരു LP UP HM ആയിരിക്കും. സോ അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ HM ആയിട്ടുള്ള അധ്യാപകർ അതിലേക്ക് പോവുകയാണെങ്കിൽ ആ വേക്കൻസികളിലും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾക്ക് നിയമനം ലഭിക്കാവുന്നതാണ്. നിരവധി തവണ നിങ്ങൾ കേൾക്കേണ്ടതാണ്, ഈ സമൂഹം കേൾക്കേണ്ടതാണ്. രാവുകളെ പകലുകളാക്കിക്കൊണ്ട് പഠിച്ചവർ, ഭർത്താവ് വിദേശത്തായിരുന്നു എങ്കിൽ പോലും ആ ഭർത്താവിനെ പോലും 5 മിനിറ്റ് ഒന്ന് തികച്ച് വിളിക്കാതെ കഷ്ടപ്പെട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പഠിച്ചവർ, സുഖമില്ലാത്ത അച്ഛനെയും അമ്മയും ഒക്കെ വളരെ കാര്യക്ഷമമായി നോക്കേണ്ട സമയത്തും എൻ്റെ ഭാവി ഓർത്ത് ആ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി പഠിച്ചവർ, മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ആ കുഞ്ഞിന് കുട്ടിക്കാലത്ത് കിട്ടേണ്ട എല്ലാവിധ പരിരക്ഷയും കൊടുത്തോ എന്ന് അവരോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവർ സ്തബ്ധയായി നിൽക്കുന്ന സാഹചര്യത്തിൽ പഠിച്ച് വിജയിച്ചവർ, 5ാം റാങ്കും 6ാം റാങ്കും 7ാം റാങ്കും കിട്ടിയപ്പോൾ ഭർത്താവ് വിദേശത്ത് നിന്ന് ജോലി ഉപേക്ഷിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ശാശ്വതമായ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടിയില്ലേ എന്ന് കരുതി നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റും എടുത്തു നിൽക്കുന്നവർ, ഇവരോടൊക്കെ എന്തു മറുപടിയാണ് പറയേണ്ടതെന്ന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കറിയില്ല. TTC B.Ed എന്ന് പറയുന്ന 2 കോഴ്സുകൾ, TTCയും B.Edഉം പഠിച്ചതിന് ശേഷം അധ്യാപകനാവുക എന്ന അതിയായ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവുകളെ പകലുകളാക്കി അധ്വാനിച്ച് മുന്നേറിയവർ, പിയാഷെയും ബ്രൂണറെയും വൈഗോട്സ്കിയെയും പാവ്ലോവിനെയും തോണ്ടക്കിനെയും സ്കിന്നറെയും ഡേവിഡ് പോൾ ഒസുബലിനെയും ഒക്കെ പഠിച്ച് മഹാത്മാഗാന്ധിജിയെയും ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും തൈക്കാടയ്യയെയും
പണ്ഡിറ്റ് കറുപ്പനെയും ഒക്കെ പഠിച്ച് നിത്യജീവിതത്തിലെ രസതന്ത്രവും ഭൗതിക ശാസ്ത്രവും ജീവശാസ്ത്രവും പഠിച്ച് ആനുകാലിക സംഭവങ്ങൾ ഇന്ന് സ്വന്തം പ്രദേശത്ത് തുടങ്ങി അന്താരാഷ്ട്ര തലത്തിലുള്ള ആനുകാലിക വസ്തുതകളും പഠിച്ച് കണക്കിന്റെ സമവാക്യങ്ങൾ പഠിച്ച് പലിശയും കൂട്ടുപലിശയും ഒക്കെ പഠിച്ച് വളരെ ശക്തമായി വളരെ മിടുക്കരായി ഏറ്റവും മികച്ച ലോകത്തിൽ കിട്ടാൻ കഴിയുന്ന ഏറ്റവും മികച്ച ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സായി എൻ്റെ കുട്ടികൾ പരീക്ഷ എഴുതി. ആ കുട്ടികൾ വിജയ സോപാനത്തിലാണ് എന്ന് ഞാനും എൻ്റെ സുഹൃത്തു വലയങ്ങളിലുള്ള അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപക സമൂഹവും കരുതിയിരുന്നു. അതുകൊണ്ട് ഇതൊരു യാചനയാണ് എങ്കിൽ അത് ഒരു യാചനയായിട്ട് തന്നെ കണക്കാക്കാം. പ്രിയപ്പെട്ട സമൂഹത്തിനോടാണ് ഞാൻ ഇത് പറയുന്നത്. നാളെയുടെ സ്പന്ദനങ്ങളായി രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗഭാക്കാകേണ്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട ഞങ്ങളുടെ അധ്യാപകന്മാരും അധ്യാപികമാരും, അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. എൻ്റെ മാത്രമല്ല, ഞങ്ങൾ അധ്യാപകരുടെ മുഴുവൻ പേരുടെയും കണ്ണുകൾ നിറയാറുണ്ട്. കാരണം അവർ നിരാശയിലാണ്. ആ നിരാശയിൽ നിന്നും അവർ ഒന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, അവർക്ക് ഒരു ഓർത്തുപാട്ടായി ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ കിട്ടണമെങ്കിൽ അതിന് ബഹുമാനപ്പെട്ട സംവിധാനവും സർക്കാരും അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സോ ആ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്, അതൊരു ഉറച്ച വിശ്വാസമാണ്. അങ്ങനെയുള്ള ഒരു നല്ല നാളിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കൊപ്പം. ടീച്ചർ വേക്കൻസി അത് 50 ഒഴിവുകളുണ്ട്, അത് ഉടൻ റിപ്പോർട്ട് ചെയ്യപ്പെടണം. HTV വേക്കൻസി 50 ഒഴിവുകളുണ്ട്, അതുടൻ റിപ്പോർട്ട് ചെയ്യപ്പെടണം. അത് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ച് അനുകമ്പയോടെ വാങ്ങിക്കാനുള്ളതല്ല, മറിച്ച് അത് ഞങ്ങളുടെ അവകാശമാണ്. 2, പുതിയ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, ടെക്നോളജിയിൽ അധിഷ്ഠിത കാലമാണ്. 1:30 എന്നത് പഴങ്കഥയാണ്. 1:30 എന്നത് പഴങ്കഥയാണ്. വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ കാഴ്ചപ്പാടിൽ 1:25 എന്ന് എത്രയും വേഗം നടപ്പിലാക്കണം. 1:25 എന്ന് എത്രയും വേഗം നടപ്പിലാക്കണം. 1:25 നടപ്പിലാക്കണം. HTV വേക്കൻസി, ഹെഡ് ടീച്ചർ വേക്കൻസികൾ നിങ്ങൾ ഉറപ്പായും ഉടൻ തന്നെ ഫില്ല് ചെയ്യണം.